എല്ലാവർക്കും ഇപ്പം ബോഗൺവില്ല ഭയങ്കര ക്രേസാണ്. അത് നേരത്തെ പോലെ അല്ല. ഒത്തിരി കളറുകൾ, ഒത്തിരി വെറൈറ്റികൾ, മഴക്കാലമായാലും പൂക്കളുണ്ടാകുന്ന വെറൈറ്റികൾ, ഇതെല്ലാം ഇപ്പം ബോഗൺവില്ലയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടംപോലെ ബോഗൺവില്ലകൾ സെയിൽ ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുന്നുമുണ്ട്. അപ്പം ബോഗൺവില്ലകൾ ഞാൻ ഈ വർഷം വാങ്ങിച്ചൊരു ബോഗൺവില്ലയാണിത്. എത്ര ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് നിൽക്കുക. ഇത് ബ്രസ്സാറഡാണ്. ബ്രസ്സാറഡിൻ്റെ ബോഗൺവില്ലയാണ്. വളരെ ഭംഗിയാണ്. നല്ല തിങ്ങി പൂക്കളുണ്ടാകും. ഇത് കുഞ്ഞ് പ്ലാന്റായിട്ട് പോലും എന്തുമാത്രം പൂക്കളാണെന്ന് നോക്കിയേ. ഇത് നിറച്ച് കുറേ നാളത്തിന് നിൽക്കും കേട്ടോ, ഒത്തിരി നാളത്തിന് നിൽക്കും. ഇത് നമ്മുടെ സൺഷൈൻ വൈറ്റാണ്. സൺഷൈൻ വൈറ്റ്, സൺസ്റ്റോൺ വൈറ്റ്, അങ്ങനെ 1-2 പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഇത് സൺഷൈൻ വൈറ്റ് എന്നാണ്. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് പൂക്കളുണ്ടാകും. ഇതും ഭയങ്കര ഭംഗിയാണ്. ഈ പൂക്കളുണ്ടായി കുറേ നാളിങ്ങനെ നിൽക്കും, പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെയൊക്കെ. ഇതെല്ലാം തായ്ലൻഡ് വെറൈറ്റികളാണ് കേട്ടോ. അടുത്തത് ഇത് നമ്മുടെ ഫ്ലെയിം റെഡാണ്. ഫ്ലെയിം റെഡ് നല്ല ഭംഗിയാണ്. ഫ്ലെയിം റെഡിൻ്റെ ഈ ബോഗൺവില്ല കാണാനും തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാകും. തീരെ ചെറിയ ഇലകളായിരിക്കും കണ്ടോ, നീളമുള്ള ചെറിയ ഇലകളാണ്. ഈ ചുവന്ന തളിര് കാണുമ്പോഴേ അറിയാം അത് പൂക്കളുണ്ടാകാനാണെന്ന്. ഈ പൂങ്കുലകൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടു വന്നതിന് ശേഷം ഇങ്ങനെ പൂക്കളുണ്ടായി ഇങ്ങനെ നീണ്ടു പോകും. നമുക്ക് കട്ട് ചെയ്യാനേ തോന്നത്തില്ല. പക്ഷേ അതിൻ്റെ കൂമ്പൊന്ന് നുള്ളി വിടുകയാണെങ്കിലുണ്ടല്ലോ, അത് ബുഷിയായിട്ട് നിറച്ച് തിങ്ങി പൂക്കളുണ്ടാകും. പക്ഷെ നമുക്ക് തോന്നില്ല കേട്ടോ, ആ സമയത്ത് ഇതിങ്ങനെ നുള്ളി വിടാനായിട്ട് നമുക്ക് തോന്നത്തില്ല. ഈ തായ്ലൻഡ് വെറൈറ്റിയുടെയൊക്കെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മഴ കൊള്ളാതെ UV ഷീറ്റിനടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ചൂട് കിട്ടും. എപ്പോഴും പൂക്കളായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മഴയത്തുനിന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചേക്കുന്ന ബോഗൺവില്ലകളാണ്. കണ്ടോ, ഇത്രയായിട്ട് ഇതിൻ്റെ പൂക്കൾ പോയിട്ടില്ല. ഈ പൂക്കൾ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ കൊഴിച്ചിലുണ്ടാകും കേട്ടോ. അല്ലാതെ നമ്മൾ UV ഷീറ്റിനടിയിലാണ് വെക്കുന്നതെങ്കിൽ മഴക്കാലത്തും പൂക്കളുണ്ടാകും. ഇച്ചിരി കളറ് കുറവായിരിക്കും, പക്ഷേ നല്ല ഭംഗിയാണ്. മഴക്കാലത്ത് ഇങ്ങനെ നമ്മുടെ മുറ്റത്തൊക്കെ പൂക്കളുണ്ടെങ്കിൽ എന്നാ ഭംഗിയല്ലേ. ഇത് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ ബോഗൺവില്ലയാണ്. അപ്പോൾ കുറേ അധികം ബോഗൺവില്ലകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ അതിൻ്റെ മഴക്കാല പരിചരണം, പ്രൂണിങ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്